മഴമേഘം ഭാഗം 2. പിറ്റേന്ന് ക്ലാസ്സിലേക്ക് നേരം വൈകി വന്ന അവളെ വരവേറ്റത് അവനായിരുന്നു, ധ്രുവ്. രൂക്ഷമായി തന്നെ നോക്കുന്നവനെ കാണെ തല താഴ്ത്തിക്കൊണ്ട് അവൾ തന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. ക്ലാസ്സിലെ കുട്ടികൾ പലരിലും പരിഹാസ ചിരി വിരിഞ്ഞു. അവ പതിയെ പുറത്തേക്കൊഴുകുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നുണ്ടെങ്കിലും അവളത് ശ്രദ്ധിച്ചില്ല. ഉറക്കമില്ലാത്ത രാത്രിയെ സൂചിപ്പിക്കുന്ന പോലെ അവളുടെ കൺതടങ്ങൾ കറുത്തിരുന്നിരുന്നു. കരഞ്ഞതുപോലെ വീർത്തിരിക്കുന്ന കൺപോളകൾ, മുഖമാകെ ചുവന്നിരിക്കുന്നു. ഒരു നിമിഷം അവളെ ഒന്ന് സംശയത്തോടെ നോക്കി വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങിയവൻ. അവളെ തെല്ലുമേ ശ്രദ്ധിക്കാതെ ക്ലാസ് എടുക്കുന്നവനെ കണ്ടതും ക്ലാസ്സിലെ പലരും അവളെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് ചിരി അമർത്തുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ മിഴികൾ അവനിൽ തന്നെയായിരുന്നു, തന്നെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത അവനിൽ. അവിടെ അവളും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ കടുങ്കാപ്പി മിഴികളിൽ കുടുങ്ങിക്കിടന്നു അവളുടെ മനസ്സ്. താപത്താൽ പൊള്ളുന്ന മനസ്സിലേക്ക് ഒരു കുളിർമഞ്ഞ് വീഴും പോലെ അവന്റെ ശബ്ദം. അവളൊരു സ്വപ്നലോകത്തായിരുന്നു. പെട്ടെന്നായിരുന്നു ധ്രുവ് ഒരു ക്വസ്റ്റ്യൻ അവളോട് ചോദിച്ചത്. ഉത്തരം പറയാൻ കഴിയാതെ അവൾ തല താഴ്ത്തി നിൽക്കെ അവനിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഗെറ്റ് ഔട്ട്. ശാന്തനായി കൈകെട്ടി നിന്നുകൊണ്ട് തന്നെ നോക്കി പറയുന്നവനെ കണ്ണുമീഴ്ച നോക്കി അവൾ. പറഞ്ഞത് മനസ്സിലായില്ലേ മിത്രയ്ക്ക്? പഠിക്കാൻ വേണ്ടി അല്ലാതെ മറ്റു പല ഉദ്ദേശത്തോടെയാണ് നീ ക്ലാസ്സിൽ വരുന്നതെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഇനി നീ എന്റെ ക്ലാസ്സിൽ കയറണമെന്നും എനിക്കില്ല. ഒരു പുച്ഛച്ചിരിയോടെ തന്നോട് പറയുന്നവനെ കണ്ണുമിഴിച്ചുകൊണ്ട് നോക്കിയവൾ. തനിക്ക് മാത്രം കാണാൻ കഴിയുന്ന അവന്റെ മുഖത്തെ അവജ്ഞ നിറഞ്ഞ നോട്ടത്തെ നേരിടാൻ കഴിയാതെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മിത്ര പുറത്തേക്ക് നടന്നു. അവൻ അത് നോക്കിക്കൊണ്ട് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി. പുറത്തെ വാഗമരത്തണലിൽ ചെന്നിരിക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ആരുടെയും സ്നേഹം കിട്ടാൻ തനിക്ക് ഈ ജന്മ യോഗ്യതയില്ലെന്നോർത്ത്, താൻ ആഗ്രഹിക്കുന്നതെല്ലാം തനിക്ക് നഷ്ടമാകുന്നതോർത്ത്. പലരും അവളുടെ മുന്നിലൂടെ കടന്നുപോയി. ആരെയും അവൾ കാണുന്നുണ്ടായിരുന്നില്ല. പലരും അവളെ ശ്രദ്ധിച്ചെങ്കിലും അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. അവളുടെ മനസ്സിൽ അവൻ മാത്രമായിരുന്നു, അവളുടെ ധ്രുവ്, അവളുടെ പ്രണയം. എടുത്തു പറയാൻ ഒരു സൗഹൃദം പോലും ഇല്ലാത്തവൾ. അവൾക്കായി സൗഹൃദം പകരാൻ ആ ക്ലാസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവൾ വലിയ കാശുകാരന്റെ മകളായിരുന്നു. വിദേശത്തുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകൾ. ചോദിക്കുന്നതെന്തും കയ്യിൽ കിട്ടുന്നവൾ. എന്നും പുതിയ പുതിയ ട്രെൻഡ് ഡ്രസ്സുകൾ, വാച്ചുകൾ, അങ്ങനെ പലതും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളിൽ നിന്നും അകലം പാലിച്ചു. ആരും അവളുടെ സൗഹൃദം ആഗ്രഹിച്ചില്ല. അത് ചിലപ്പോൾ അസൂയ കൊണ്ടോ ആകാം. എന്നാൽ അവളുടെ നഷ്ടത്തിന്റെ കണക്കുകൾ ആരും അറിഞ്ഞിരുന്നില്ല. തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ ടൈപ്പായ അവൾ ആരെയും അറിയിച്ചിരുന്നതുമില്ല. അവളെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്നിനു വേണ്ടിയും വാശി പിടിച്ചിട്ടില്ലാത്ത അവളിൽ നിറഞ്ഞ ഏക വാശി അത് ധ്രുവ് മാത്രമായിരുന്നു. തനിക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്നറിഞ്ഞിട്ടും, അവൻ തന്നെ വെറുക്കുന്നു എന്നറിഞ്ഞിട്ടും ഭ്രാന്തമായി പ്രണയിക്കുന്ന അവളുടെ മനസ്സിന്റെ വാശി, അവളെന്ന പെണ്ണിന്റെ വാശി. അവന്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. ദേഷ്യം അടക്കാൻ കഴിയാതെ അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചിരുന്നു തന്റെ മുറിയിൽ. അതിന് കാരണം അവൾ മാത്രം, മിത്ര. കോളേജിൽ ജോയിൻ ചെയ്ത കാലം മുതൽ തന്റെ പിറകെ കൂടിയവൾ, വെളുത്തു കൊല്ലുന്നതിനുള്ള ഒരു സുന്ദരി പെൺകുട്ടി. പക്ഷേ അതൊന്നും തന്നെ കീഴ്പ്പെടുത്തിയില്ല. തന്നെ കാണുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന നക്ഷത്ര തിളക്കം, അത് വെറും ആരാധന മാത്രമായി താൻ കരുതി. ആദ്യമൊന്നും അത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ് അറിയുന്നത് തന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന അവളിൽ നിറഞ്ഞിരിക്കുന്നത് തന്നോടുള്ള പ്രണയമാണെന്ന്. അപ്പോഴെല്ലാം തമാശയായി തള്ളിക്കളഞ്ഞു. കാശുള്ള വീട്ടിലെ കുട്ടിയുടെ കുട്ടിക്കളിയായി മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അരോചകമായി തോന്നിത്തുടങ്ങി തനിക്ക്. പക്ഷെ ഇന്നലെ അവൾ പറഞ്ഞത് ഒരു പെൺകുട്ടിയും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യം. സ്വന്തം മാനമാണ് അവൾ തന്റെ മുന്നിൽ അടിയറവ് വയ്ക്കാൻ പോയത്. തന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ വേണമത്രേ അവൾക്ക്. ഭ്രാന്താണോ അവൾക്ക്? അതെ, ഭ്രാന്ത് തന്നെയാണ്. പണം ഉണ്ടെന്നുള്ള ഭ്രാന്ത്.
അവൾ വിചാരിച്ചാൽ എന്തും കിട്ടുമെന്നുള്ള ഭ്രാന്ത്. പല്ല് കടിച്ചു പിടിച്ച് ഇത്രയും കാര്യങ്ങൾ അവൻ പറയെ അവന്റെ കൂട്ടുകാരനായ അലൻ ചിരിച്ചു പോയിരുന്നു. എന്റെ മോനെ, ഇതിനാണോ നീ ഇങ്ങനെ മസിൽ പിടിക്കുന്നേ? അവള് നിന്റെ ഒരു കുഞ്ഞിനെയല്ലേ ചോദിച്ചോളൂ, അങ്ങ് കൊടുത്തേക്കടാ. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നേ അവളിപ്പോ പച്ചമാങ്ങ തിരി നടക്കുന്നുണ്ടാവും. തമാശയോടെ പറയുന്ന അലനെ തറപ്പിച്ചൊന്ന് നോക്കിയവൻ. നിർത്തടാ പുല്ലേ, ഞാൻ അതുപോലെ ഒരുത്തനാണെന്ന് നിനക്ക് തോന്നിയോ? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എങ്ങനെ ആയാലും ഇവൾക്കൊക്കെ കാശിന്റെ അഹങ്കാരമാണ്. എന്റെ ധ്രുവേ, കാശിന്റെ അഹങ്കാരമുള്ള ഒരു പെണ്ണ് നിന്റെ ഒപ്പം ഒരു രാത്രി വേണമെന്ന് പറയോ? അത് ചിലപ്പോ നിന്റെ ഗ്ലാമർ കണ്ടിട്ട് പറയുമായിരിക്കും. പോട്ടെ, പക്ഷെ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഏതർത്ഥത്തിലാണ് അവള് പറഞ്ഞത്? ഇപ്പോഴത്തെ ഏത് പെണ്ണ് അങ്ങനെയൊക്കെ പറയാ? ധ്രുവ് ചോദ്യഭാവേന അവനെ നോക്കി. നീ എന്താ അലൻ പറഞ്ഞു വരുന്നത്? എടാ, നീ പറഞ്ഞത് വെച്ച് ആ കുട്ടിക്ക് നിന്നോട് ഒടുക്കത്തെ പ്രേമമാണ്. അല്ലാതെ നിന്നെ കിട്ടില്ല എന്നറിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ അവൾക്ക്? അവൾക്ക് ഭ്രാന്താണല്ലൻ. അത് തന്നെയാ ഞാനും പറഞ്ഞത് ധ്രുവ്. അവൾക്ക് പ്രണയം എന്ന ഭ്രാന്ത് തന്നെയാണ് നിന്നോട്. അല്ലാതെ ഒരിക്കലും ഒരു പെണ്ണിങ്ങനെ ഒന്നും പറയില്ല. അതും നീ പറയുന്ന പോലെ ഇട്ടുമൂടാൻ പണമുള്ള ഒരുത്തി. ആയിക്കോട്ടെ അലൻ, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അവളുടെ ഇഷ്ടത്തിന് തുള്ളാൻ സഹിക്കുകയായി ഞാൻ. എന്തായാലും ട്രാൻസ്ഫർ ആകുന്നത് വരെ കണ്ടാ മതിയല്ലോ ഇവളേക്ക്. അതോടെ സ്വൈര്യം കിട്ടും. എടാ, എനിക്കെന്തോ ആ പെൺകുട്ടി വെറുതെ ഒന്നും ഇങ്ങനെ പറയില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തോ ആ കുട്ടി നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. കാശുണ്ടെന്ന് വെച്ച് എല്ലാം ആകണമെന്നില്ല ധ്രുവ്. ചെറു ചിരിയോടെ അവനോട് പറഞ്ഞുകൊണ്ട് അലൻ അവന്റെ റൂമിലേക്ക് പോയി. വീണ്ടും മിത്രയെ പറ്റിയുള്ള ചിന്തകൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. അവളുടെ കരഞ്ഞു കലങ്ങിയതുപോലുള്ള കണ്ണുകളും വീർത്ത കൺപോളകളും മനസ്സിൽ കടന്നു വന്നതും അവന്റെ മനസ്സ് വീണ്ടും അസ്വസ്ഥമാകാൻ തുടങ്ങി. തന്നെ മിത്ര ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അതോ വെറും വാശിയുടെ പുറത്ത് തന്നോട് കാണിക്കുന്ന ഇഷ്ടമോ? എങ്കിൽ പിന്നെ തന്റെ രക്തത്തിലൊരു കുഞ്ഞിനെങ്കിലും മതിയെന്ന് അവൾ പറയുന്നത് എന്തിനാണ്? ഒരു പെണ്ണും തയ്യാറാവാത്ത ഒരു കാര്യം, ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ പുലമ്പുന്നവൾ. അവന്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. അവളോടുണ്ടായിരുന്ന ദേഷ്യമെല്ലാം അലിഞ്ഞില്ലാതാകും പോലെ. കൺമുന്നിൽ ആ ചുവന്ന് കലങ്ങിയ മിഴികൾ മാത്രം തെളിയുന്നു. തുടരും. ബാക്കിയായിട്ട് അടുത്ത പാർട്ടിൽ കാണാട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പറയണേ. പുതുതായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.